കായംകുളം കറ്റാനത്ത് ഇന്നലെ രാത്രി ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 4 നില കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു. ഹോം അപ്ലയൻസ് സ്ഥാപനത്തിലെ ഉപകരണങ്ങളിലാണ് തീ പടർന്നത്. ഇതായത് ഏറ്റവും വലിയ നമുക്കിനിയുള്ള ബിൽഡിങ്ങിൽ ചെയ്യുന്നതിനകത്ത് അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങളൊന്നും തന്നെ സമ്മതിക്കാതിരിക്കുക, അത് വലിയൊരു ദുരന്തമാണ്. ഇവിടെ മേഖലയിൽ ഫ്രണ്ടിലോട്ട് നമുക്ക് ഇങ്ങോട്ട് കയറി ചെല്ലാനുള്ള ബുദ്ധിമുട്ട് ഒരിക്കലും നമുക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയില്ല. ഇത്രയും പേര് ജനങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അന്നേരത്തെ ഒരു ജനാവലിയെ നമുക്ക് നിയന്ത്രിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഈ പോലീസുകാരും എല്ലാം നല്ല സംയോജിതമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് വലിയൊരു ദുരന്തം ഒഴിവായി. അടുത്തുള്ള ബിൽഡിങ്ങുകളിലൊക്കെ തീ പടർന്നിട്ടുണ്ട്. ഒരു ബിൽഡിങ്ങിൽ നിന്ന് തൊട്ട് ചേർന്ന് ബിൽഡിങ്ങുകൾ നിൽക്കുന്ന കാരണം പെട്ടെന്ന് തീ പിടിക്കുകയാണ്. തീ പിടിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒന്ന് കയറാൻ ഒരു ബിൽഡിങ്ങുകളിൽ നമുക്ക് പെട്ടെന്നൊന്ന് കയറി ചെന്ന് തീ അണയ്ക്കാനുള്ള ഒരു സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. അത് തുടർന്നും അങ്ങനെ ഉണ്ടാവാതിരുന്നാൽ നമുക്ക് വലിയൊരു ദുരന്തം ഒഴിവാക്കാം. അശ്വിൻ പാലാഴി തത്സമയം ചേരുന്നു. അശ്വിൻ, തീപിടുത്തം എത്രമാത്രം വ്യാപകവും തീവ്രവുമായിരുന്നു? ഇന്നലെ വലിയ തീപിടുത്തമാണ്. നമുക്കത് പറഞ്ഞറിയിക്കുന്നതിൽ നല്ല ഈ ദൃശ്യങ്ങളാണ് അത് എത്രത്തോളം വലിയ തീപിടുത്തമാണ് ഉണ്ടായത് എന്ന് തെളിയിക്കുന്നത്. നമുക്കിപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതൊരു ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 4 നിലകളുള്ള വലിയൊരു കെട്ടിടമാണ്. പുറകിലേക്കും വലിയ നീളവും, കെട്ടിടത്തിന്റെ വീതി കുറവാണെങ്കിലും ഒരുപാട് നീളം പുറകിലേക്കുള്ളതാണ്. ഒരു താഴെ ഹോം അപ്ലയൻസ് അടക്കമുള്ള ഒരു വലിയ സൂപ്പർ മാർക്കറ്റിന് സമാനമായ ഒരു സ്ഥാപനം, ഏറ്റവും മുകളിലത്തെ നിലയിൽ ഒരു ജിംനേഷ്യം, ഇങ്ങനെയാണ് സ്ഥാപനത്തിൽ പ്രവർത്തനം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന സമയമൊക്കെ ആയതിനാൽ ഈ സ്കൂൾ തുറപ്പിന് ആവശ്യമായ സാധനങ്ങളെല്ലാം ഒരുപാട് സ്റ്റോക്ക് ചെയ്തിരുന്നു ഈ താഴത്തെ സ്ഥാപനത്തിൽ. അതെല്ലാം പൂർണ്ണമായും കത്തി നശിച്ചു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ബിൽഡിങ്ങിൽ ഒന്നും അവശേഷിക്കാതെ പൂർണ്ണമായും കത്തി നശിച്ചു. ഈ ബുക്കുകളും ഒപ്പം ഇവിടുത്തെ സ്റ്റീൽ പാത്രങ്ങൾ, അത് ഹോം അപ്ലയൻസസ്, മറ്റ് ഇലക്ട്രിക് വസ്തുക്കളെല്ലാം പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണുള്ളത്. താഴെ ഇപ്പോഴും തീ പൂർണ്ണമായി അണച്ചെങ്കിലും ഈ രാവിലെയോടുകൂടി വീണ്ടും തീ പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.